ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നെക്സ്റ്റ് സെഷനിലോട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ തന്നെ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് റിവിഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണും അതേപോലെ സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോഎഫിഷ്യൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ പറയാനുള്ളത്, അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൂടി കഴിയുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയാനുള്ളത്, അതായത് നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുക, സോ ദാറ്റ് യു ക്യാൻ ബി തറോ വിത്ത് ദിസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. A project with an initial investment of 1 lakh generates cash inflow of 50,000, 40,000, 30,000 with life of 3 years. What will be the internal rate of return? നമുക്കിവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1,00,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 3 വർഷമാണ് ഈ പറയുന്ന പ്രൊജക്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നുണ്ട്. ക്യാഷ് ഇൻഫ്ലോ 50,000, 40,000 ആൻഡ് 30,000. 3 വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യേണ്ടത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ IRR കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആദ്യം തന്നെ ഫസ്റ്റ് ട്രയൽ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു ആന്യൂറ്റി ടേബിൾ യൂസ് ചെയ്തിട്ട്. അതിനുശേഷം ആ ഒരു ഫസ്റ്റ് ട്രയൽ റേറ്റിൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് ട്രയൽ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ രണ്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ വരുന്ന മെത്തേഡ്സ് വരുന്ന സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രയൽ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ PV ഫാക്ടർ എത്രയാണ് നമ്മൾ നോക്കണം. PV ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ നമുക്ക് ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്ന് നോക്കാം. 50,000 പ്ലസ് 40,000 പ്ലസ് 30,000 ഡിവൈഡഡ് ബൈ 3. നമുക്ക് ഉള്ള ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണ്, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ ദി പ്രൊജക്റ്റ്. അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടും അതിൻ്റെ. ദാറ്റ് ഈസ് 1,20,000 ഡിവൈഡഡ് ബൈ 3, 40,000 റുപ്പീസാണ് ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ PV ഫാക്ടർ ഡയറക്റ്റ്ലി നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. Initial investment divided by average annual cash inflow, that is 1 lakh divided by 40,000. Present value factor നമുക്ക് 2.5 present value അല്ലെങ്കിൽ PV factor നമുക്ക് 2.5 ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബേസ് ചെയ്തിട്ടാണ് ആന്യൂറ്റി ടേബിൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ ഡിസ്കൗണ്ടിങ് റേറ്റ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ട്രയൽ റേറ്റ് എത്രയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ 3 വർഷം ഇയർ 3യും അതേപോലെ ഈ കിട്ടിയ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 2.5 രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ആന്യൂറ്റി ടേബിളിലോട്ട് നമ്മൾ നോക്കുന്നു. ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന ഈ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറിലോട്ട് ഏറ്റവും ക്ലോസസ്റ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് വരുന്ന പ്രസൻറ്റ് വാല്യൂ ഫാക്ടറിൻ്റെ കറസ്പോണ്ടിങ് റേറ്റ് എത്രയാണ്, അത് നമ്മൾ ഫസ്റ്റ് ട്രയൽ റേറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആന്യൂറ്റി ടേബിളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ 3 വർഷമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതേപോലെ പ്രസൻറ്റ് വാല്യൂ എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന 2.5 ആണ്. ആന്യൂറ്റി ടേബിൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് ഇയറിലെ കറസ്പോണ്ടിങ് റേറ്റ്സ് ഞാൻ വായിക്കാം. 5% ആണെങ്കിൽ 2.723, 6% ആണെങ്കിൽ 2.676, 8% ആണെങ്കിൽ 2.577, 10% ആണെങ്കിൽ 2.487, 12% ആണെങ്കിൽ 2.402. അങ്ങനെ കറസ്പോണ്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. പാറ്റേൺ അതേ പാറ്റേൺ ഫോളോ ചെയ്യും. അപ്പോൾ നമുക്ക് തേർഡ് ഇയർ ആണ് വേണ്ടത്, അത് ഓക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2.5ൻ്റെ നിയറസ്റ്റ് അല്ലെങ്കിൽ ക്ലോസസ്റ്റ് ആയിട്ടുള്ള റേറ്റ് ചെയ്താണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ തേർഡ് ഇയറിൽ 8% നമുക്ക് 2.577 കിട്ടുന്നുണ്ട്. അതേപോലെ 10% ആണെങ്കിൽ 2.487 ആണ് നമുക്ക് ലഭിക്കുന്നത്. 8% ആണെങ്കിൽ 2.577, 10% ആണെങ്കിൽ 2.487 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രസൻറ്റ് വാല്യൂ 2.5 ആണ്. ഏറ്റവും ക്ലോസസ്റ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ 2.487 ആണ്. 2.5ഉം 2.487 ആണ് ഏറ്റവും ക്ലോസസ്റ്റ് വരുന്നത്. ദെർഫോർ
ഫസ്റ്റ് ട്രയൽ റേറ്റ് ആയിട്ട് നമ്മൾ 10%, 2.487 കറസ്പോണ്ടിങ് റേറ്റ് ഏതാണ് 10% ആണ്, അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടറിലെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 10% ഫിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ട്രയൽ റേറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോ 50,000, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 10%, പ്രസൻറ്റ് വാല്യൂ 0.909, therefore പ്രസൻറ്റ് വാല്യൂ ഈക്വൽസ് 45,450. അതിന് മുന്നേ തന്നെ ഒരു കാര്യം, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 10% എത്രയാണ് വാല്യൂസ് വരുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഒന്നില്ലെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1.10% റേസ് ടു 1 ആ ഫോർമുല യൂസ് ചെയ്ത് പോവുക. അതല്ലെങ്കിൽ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും ഇതിൻ്റെ വാല്യൂസ്. എന്തായാലും അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഞാൻ പറയാം. ഇതിന് ഫസ്റ്റ് ട്രയൽ റേറ്റ് ബേസ് ചെയ്തിട്ട് ഇതെന്തായാലും നമ്മൾ IRR കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ട്രയൽ റേറ്റ് ഫിക്സ് ചെയ്യണം, സെക്കൻഡ് ട്രയൽ റേറ്റ് ഫിക്സ് ചെയ്യണം, പിന്നെ IRR ഇൻ്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ട്രയൽ റേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോ 50,000, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 10%, 0.909, പ്രസൻറ്റ് വാല്യൂ ഈക്വൽസ് 45,450. ഇയർ 2 40,000 into 0.826, present value 33,040. Year 3 30,000 into 0.751, present value 22,530. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ കിട്ടിയിട്ടുണ്ട് 1,01,020, 101,020. നമുക്കറിയാം ആദ്യം നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് നമുക്ക് NPVയുടെ ഫോർമുല വരുന്നത്. ഇവിടെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 1 lakh rupees ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. therefore നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈക്വൽസ് 1,01,020 മൈനസ് 1 lakh, അതായത് NPV എന്ന് പറയുന്നത് 1,020, 1020 ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രയൽ റേറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് NPV ലഭിച്ചിട്ടുണ്ട് 1020 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. If we get a positive NPV, go for a higher rate. നമുക്ക് പോസിറ്റീവ് NPV ആണ് ലഭിക്കുന്നതെങ്കിൽ സെക്കൻഡ് ട്രയൽ റേറ്റ് ആയിട്ട് നമ്മൾ ഒരു ഹയർ റേറ്റ്, ഫസ്റ്റ് ട്രയൽ റേറ്റിലും ഹയർ ആയിട്ടുള്ള റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ട്രയൽ റേറ്റിൽ നമുക്ക് NPV ലഭിച്ചിരിക്കുന്നത് 1,020 ആണ്, പോസിറ്റീവ് ഫിഗർ ആണ്. അതുകൊണ്ട് ഞാൻ അടുത്ത സെക്കൻഡ് ട്രയൽ റേറ്റ് ആയിട്ട് ഞാൻ ഒരു ഹയർ റേറ്റാണ് ഫിക്സ് ചെയ്യുന്നത്. 10% ഹയർ, 12% സെക്കൻഡ് ട്രയൽ റേറ്റ് ഞാൻ ഫിക്സ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഒരു ഗസ് വർക്കാണ്, അസംഷനാണ്. ഇത് കറക്റ്റ് ആവണം എന്നില്ല. എന്നിരുന്നാലും ആസ് പെർ ദ റൂൾസ് ഹയർ പോസിറ്റീവ് NPV ആണെങ്കിൽ ഹയർ റേറ്റ് ഫിക്സ് ചെയ്യുന്നു. 10% നമുക്ക് പോസിറ്റീവ് NPV ലഭിച്ചിട്ടുണ്ട്, ഹയർ റേറ്റ് ഫിക്സ് ചെയ്യുന്നു. 12% സെക്കൻഡ് ട്രയൽ റേറ്റ്. അപ്പോൾ ഈ അടുത്ത 12% ബേസ് ചെയ്തിട്ട്, സെക്കൻഡ് ട്രയൽ റേറ്റ് ബേസ് ചെയ്തിട്ട് NPV കാൽക്കുലേറ്റ് ചെയ്യാം. പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ് 12% 0.893, 0.797, 0.712 ഇതാണ് പ്രസൻറ്റ് വാല്യൂസ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ക്യാഷ് ഇൻഫ്ലോ ബേസ് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ എത്രയാണ് നമുക്ക് നോക്കാം. 50,000 into 0.893, 44,650. 40,000 into 0.797, 31,880. 30,000 into 0.712, 21,360. Therefore total present value cash inflow equals 97,890. നമുക്ക് ക്യാഷ് ഔട്ട്ഫ്ലോ 1 lakh ആണ് നമുക്കറിയാം. therefore net present value equals 97,890 minus 1 lakh, that is NPV equals minus 2,110, minus 2,110. അപ്പോൾ സെക്കൻഡ് ട്രയൽ റേറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് NPV ലഭിച്ചിരിക്കുന്ന മൈനസ് ഫിഗറാണ്. അതേപോലെ ഫസ്റ്റ് ട്രയൽ റേറ്റ് നമ്മൾ ബേസ് ചെയ്തിട്ട് നമുക്ക് NPV ലഭിച്ചിരിക്കുന്ന ഒരു പോസിറ്റീവ് ഫിഗറാണ്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ്ലി ഇൻ്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്യാം IRR കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇൻ്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത് ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് NPV ഡിവൈഡഡ് ബൈ പോസിറ്റീവ് NPV പ്ലസ് നെഗറ്റീവ് NPV ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. ഒന്നുകൂടി വായിക്കാം. IRR ഈക്വൽസ്, ഇൻ്റർപോളേഷൻ ഫോർമുലയാണ്, IRR ഈക്വൽസ് ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് NPV ഡിവൈഡഡ് ബൈ പോസിറ്റീവ് NPV
plus negative NPV into higher rate minus lower rate. Therefore, ലോവർ റേറ്റ് എന്ന് പറയുന്നത് 10%, ഹയർ റേറ്റ് എന്ന് പറയുന്നത് 12%. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എൻ പി വിസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പോസിറ്റീവ് എൻ പി വി 1020, നെഗറ്റീവ് എൻ പി വി 2110. ഫോർമുലയിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു. 10% പ്ലസ് 1020 ഡിവൈഡഡ് ബൈ 1020 പ്ലസ് 2110 ഇൻറ്റു 12 മൈനസ് 10. ഒന്നുകൂടി പറയാം. 10 പ്ലസ് 1020 ഡിവൈഡഡ് ബൈ 1020 പ്ലസ് 2110 ഇൻറ്റു 12 മൈനസ് 10. നമുക്കിവിടെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ നോക്കുമ്പോൾ, ഇവിടെ സൊല്യൂഷനിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് ഇൻ്റർപോളേഷൻ ഫോർമുല ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ബേസ് ചെയ്തിട്ടാണ് ഫോർമുല കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവിടെ ഇൻ്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത് എൽ പ്ലസ് പി വൺ മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ പി വൺ മൈനസ് പി ടു ഇൻറ്റു എച്ച് മൈനസ് എൽ. നമ്മളപ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് അതേപോലെ തന്നെ എൻ പി വി ബേസ് ചെയ്തിട്ട് രണ്ട് ഫോർമുല ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ എന്തായാലും എൻ പി വി ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ 10 പ്ലസ് 1020 ഡിവൈഡഡ് ബൈ 3130 ഇൻറ്റു 2, that is 10 plus 0.65. The IRR equals 10.65%. ഒന്നുകൂടി പറയാം. IRR ഫോർമുല നമുക്കറിയാം. ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് എൻ പി വി ഡിവൈഡഡ് ബൈ പോസിറ്റീവ് എൻ പി വി പ്ലസ് നെഗറ്റീവ് എൻ പി വി ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. 10 പ്ലസ് 1020 ഡിവൈഡഡ് ബൈ 1020 plus 2110 into 2, that is 10 plus 0.65. IRR equals 10.65%. നമുക്ക് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാലും റിവിഷൻ ആയതുകൊണ്ട് ഒന്നുകൂടി പറയാണ്. ശരിക്കുമുള്ള ഫോർമുല ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് എൻ പി വി ഡിവൈഡഡ് ബൈ പോസിറ്റീവ് എൻ പി വി മൈനസ് നെഗറ്റീവ് എൻ പി വി ഇൻറ്റു ഹയർ മൈനസ് ലോവർ റേറ്റ് എന്നാണ്. നമ്മൾ പറയുന്ന ഫോർമുല 10 പ്ലസ് ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് എൻ പി ഡിവൈഡ് ബൈ പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് ആണ്. അവിടെ അഡീഷൻ സബ്ട്രാക്ഷൻ്റെ വാല്യൂസാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആക്ച്വൽ ഫോർമുല എന്ന് പറയുന്നത് മൈനസ് ആണ്. പോസിറ്റീവ് എൻ പി വി മൈനസ് നെഗറ്റീവ് എൻ പി വി ആണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്. പക്ഷെ നമ്മൾ പറയുന്ന ഫോർമുല പോസിറ്റീവ് എൻ പി വി പ്ലസ് നെഗറ്റീവ് എൻ പി വി ആണ് പറയുന്നത്. ആ സൈൻ വാല്യൂസ് മാറിയിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ട്രയൽ റേറ്റ് ബേസ് ചെയ്തിട്ട് നമുക്കൊന്നില്ലെങ്കിൽ നെഗറ്റീവ് ഫിഗർ ലഭിക്കുന്നു. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രയൽ റേറ്റ് നമുക്ക് പോസിറ്റീവ് ഫിഗർ ലഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് ട്രയൽ റേറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് എൻ പി വി നെഗറ്റീവ് എൻ പി വി ആണ് ലഭിച്ചിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഡിനോമിനേറ്ററിൽ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പോസിറ്റീവ് എൻ പി വി മൈനസ് ഓഫ് മൈനസ് നെഗറ്റീവ് എൻ പി വി നമ്മൾ പറയാം. മൈനസും പ്ലസ് ആയി വരും. അതാണ് ഫൈനൽ റിസൾട്ടിൽ നമ്മൾ ഫോർമുലയിൽ പറയുന്ന പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അതായത് 1020 മൈനസ് 1020 അങ്ങനെ വേണമെങ്കിൽ പറയാം. 1020 മൈനസ് ഓഫ് മൈനസ് 2110 അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ബട്ട് അതിൻ്റെ കമ്പൈൻഡ് റിസൾട്ടാണ് 1020 പ്ലസ് 2110 നമ്മൾ ഡയറക്റ്റ് എടുത്ത് പറയുന്നത്. ഏത് ചെയ്താലും കുഴപ്പമില്ല. ഫൈനൽ റിസൾട്ട് ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് സമയലാഭം ഉണ്ട്. ഒരു സ്റ്റെപ്പ് കുറച്ച് എഴുതിയാൽ മതി. അതിനു വേണ്ടിയാണ് സൈൻ വാല്യൂവിൽ വ്യത്യാസം കാണിക്കുന്ന പ്ലസ് എന്ന് കാണിച്ചിരിക്കുന്ന ഡിനോമിനേറ്ററിൽ. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോഎഫിഷ്യൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഡിസൈഡ് വിച്ച് പ്രൊജക്റ്റ് ഈസ് ബെറ്റർ. പ്രൊജക്റ്റ് എക്സ്, പ്രൊജക്റ്റ് വൈ. ആദ്യം പ്രൊജക്റ്റ് എക്സിനെ ഞാൻ വായിക്കാം. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോ 6000, certainty equivalent coefficient 0.9. Year 2 cash inflow 6000, certainty equivalent coefficient 0.8. Year 3 2000, coefficient 0.6. Year 4 2000, coefficient 0.5. ഇനി പ്രൊജക്റ്റ് വൈ വായിക്കാം. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോ 6000, certainty equivalent coefficient 0.8. Year 2 cash inflow 7000,
certainty equivalent coefficient 0.7. Year 3, 3000, coefficient 0.5. Year 4, 2000, coefficient 0.4. Each project requires a cash outlay of 10,000 rupees. Riskless discount rate is 10% for both the project. Discount factor at 10% is given below. Year 1, PV factor 0.909. Year 2, 0.826. Year 3, 0.751. Year 4, 0.683. From the following information, decide which project is better. അപ്പോൾ certainty equivalent coefficient മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഏത് മെത്തേഡാണ് സ്യൂട്ടബിൾ ആൻഡ് അക്സെപ്റ്റബിൾ ഫോർ ദി ഓർഗനൈസേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യണം, സജസ്റ്റ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ നമുക്ക് PV 10% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് 10% പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഡിസ്കൗണ്ട് ഫാക്ടർ 10%ൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ് ഓരോ വർഷത്തെയും ഡയറക്റ്റ്ലി 0.909, 0.826, 0.751, 0.683 ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഓരോ വർഷത്തെയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ്ലി സൊല്യൂഷനിലോട്ട് പോവാം. സെർട്ടിനിറ്റി ഇക്വാലന്റ് കോഎഫിഷ്യന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഏത് പ്രൊജക്റ്റാണ് ബെറ്റർ എന്ന് സജസ്റ്റ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ പ്രൊജക്റ്റ് എക്സിനെ നമുക്ക് നോക്കാം. നമുക്ക് ക്യാഷ് ഇൻഫ്ലോസും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതേപോലെ തന്നെ സെർട്ടിനിറ്റി ഇക്വാലന്റ് കോഎഫിഷ്യന്റ് മെത്തേഡിൽ വാല്യൂസ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 10%ത്തിൽ എത്രയാണ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സെന്നും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ നമ്മളിവിടെ NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ഏത് പ്രൊജക്റ്റാണ് ബെറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രസൻറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ക്യാഷ് ഇൻഫ്ലോസ് ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് 10%, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് 10% ഇൻറ്റു സെർട്ടിനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ്. ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് സെർട്ടിനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഈ 3 ഫിഗേഴ്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി നമുക്ക് പ്രസൻറ്റ് വാല്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു സെർട്ടിനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ് ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ അറ്റ് 10% നമുക്ക് കറൻറ്റ് പ്രസൻറ്റ് വാല്യൂ ഫിഗേഴ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോ 6000, certainty equivalent coefficient 0.9, present value factor 10%, 0.909. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ലഭിക്കണമെങ്കിൽ 6000 ഇൻറ്റു 0.909 ഇൻറ്റു 0.9, 4909 ആണ് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ. ഇത് നമ്മൾ സാധാരണ NPV ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കോഎഫിഷ്യൻറ്റ് നമുക്ക് ചെയ്യാം. ഒരു അഡീഷണൽ ഫാക്ടർ വന്നിരിക്കുന്നതാണ് സെർട്ടിനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ് ഫാക്ടേഴ്സ്. അതും കൂടി നമ്മൾ ഇതിനൊപ്പം മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ സെർട്ടിനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ് ഒന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്തിട്ട് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് സെർട്ടിനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ് ഫിഗേഴ്സ് നമുക്ക് പറയാം, ഫാക്ടർ റേറ്റ് പറയാം. അതല്ലെങ്കിൽ NPV യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് പ്രൊജക്റ്റാണ് ബെറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ 2 മെത്തേഡ് യൂസ് ചെയ്തിട്ട് കോഎഫിഷ്യൻറ്റ് മെത്തേഡ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ സെക്കൻഡ് മെത്തേഡ്, അതായത് സെർട്ടിനിറ്റി കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് NPV ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി NPV ചെയ്യുന്ന പോലെ തന്നെ ഒരു അഡീഷണൽ ഫാക്ടറായിട്ട് സെർട്ടിനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ് മെത്തേഡ് കൂടി നമ്മൾ യൂസ് ചെയ്യുന്നു. 6000 ഇൻറ്റു 0.909 ഇൻറ്റു 0.9, പ്രസൻറ്റ് വാല്യൂ 4909. ഇയർ 2 6000 ഇൻറ്റു 0.826 ഇൻറ്റു 0.8, 3967. ഇയർ 3 2000 ഇൻറ്റു 0.751 ഇൻറ്റു 0.6, present value 902. Year 4 2000 into 0.683 into 0.5, present value 683. നമ്മൾ ചെയ്തതൊന്നുമല്ല, അതായത് 6000 ഇൻറ്റു 0.9 ഇൻറ്റു 0.909 എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു സെർട്ടിനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ് ഇൻറ്റു PV ഫാക്ടർ 10%. ഈ 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഇൻഫ്ലോസ് നമുക്ക് ലഭിക്കുന്നു. Therefore, total present value cash inflow equals 10,461. നമുക്ക് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 10,000 rupees. Therefore, net present value 10,461 minus 10,000, that is 461 ആണ് പ്രൊജക്റ്റ് എക്സിൻ്റെ NPV. സെയിം പാറ്റേണിൽ പ്രൊജക്റ്റ് വൈയുടെ NPV നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാഷ് ഇൻഫ്ലോ മൾട്ടിപ്ലൈഡ് വിത്ത്
present value factor multiplied with certainty equivalent coefficient നമുക്ക് present value cash inflow ലഭിക്കുന്നു. പ്രൊജക്റ്റ് വഴി നമുക്ക് നോക്കാം. ഇയർ 1 cash inflow 6,000, present value factor at 10%, 0.909, certainty equivalent coefficient 0.8. Therefore 6,000 into 0.909 into 0.8, present value cash inflow 4,364. അതേപോലെ എല്ലാ വർഷവും നമുക്ക് ചെയ്യാം. 7,000 into 0.826 into 0.7, present value cash inflow 4,049. 3,000 into 0.731 into 0.5, present value 1,127. 2,000 into 0.4 into 0.683, present value 546. അപ്പോൾ നമുക്ക് ഓരോ വർഷത്തെയും പ്രസൻറ്റ് വാല്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 4,364, 4,049, 1,127, 546. Therefore total present value cash inflow equals 10,086. NPV കാൽക്കുലേറ്റ് ചെയ്യുക. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 10,000 എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. Therefore NPV equals 10,086 minus 10,000, that is 86 rupees. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് എക്സിലൂടെ നമുക്ക് 461 ആണ് NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ ലഭിക്കുന്നതും പ്രൊജക്റ്റ് വൈയിലൂടെ നമുക്ക് 86 ആണ് NPV ലഭിക്കുന്നത്. Therefore project X is better because NPV is higher in project X. 461 is higher than 86. അതുകൊണ്ട് പ്രൊജക്റ്റ് എക്സ് ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെർട്ടനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ NPV യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഹയർ NPV ബേസ് ചെയ്തിട്ട് ഏത് പ്രൊജക്റ്റാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെർട്ടനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് IRR മെത്തേഡും അതേപോലെ സെർട്ടനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ് മെത്തേഡാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചാപ്റ്ററിനെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അതേപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് കുറച്ചുകൂടി തറവാകും, കുറച്ചുകൂടി എളുപ്പമാകും. കാരണം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് വരുന്നത്. ഏത് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ട്രൈ ഔട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. താങ്ക് യു ഓൾ.